നമസ്തേ. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ അയോധ്യയിലെത്തി. രാമക്ഷേത്രത്തിലും ഹനുമാൻഗഡിയിലും ജഗദീപ് ധൻകർ ദർശനം നടത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കോൺഗ്രസ് നുണകളുടെ കട തുറന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ബിജെപിയോടും മോദിയോടും നേരിട്ട് മത്സരിക്കാതെ വ്യാജ പ്രചാരണങ്ങളാണ് കോൺഗ്രസ് നടത്തുന്നതെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. രാഹുൽ രാജ്യത്തെ ഭിന്നിപ്പിക്കുന്നവർക്കൊപ്പമെന്നും പ്രധാനമന്ത്രി വിമർശിച്ചു. ഹിന്ദുക്കളുടെ സ്വന്തം രാജ്യത്ത് കോൺഗ്രസ് അവരെ രണ്ടാം തരം പൗരന്മാരാക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യവും അനുവദിച്ചു. ജൂൺ 1 വരെയാണ് ജാമ്യം നൽകിയത്. ജൂൺ 2-ന് തിരിച്ച് ജയിലിൽ ഹാജരാക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചു. പാകിസ്ഥാനെ പുകഴ്ത്തി മുതിർന്ന കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യറും നേരത്തെ രംഗത്തെത്തിയിരുന്നു. പാകിസ്ഥാനെ ഭാരതം ബഹുമാനിക്കണമെന്നും മോദിയുടെ മസിൽ പവർ പാകിസ്ഥാനെതിരെ വില പോകില്ലെന്നുമാണ് മുൻ കേന്ദ്രമന്ത്രി കൂടിയായ മണിശങ്കർ അയ്യറുടെ പരാമർശം. ദേശീയതലത്തിലെ വിശദമായ വാർത്തകളുമായി മഹാഭാരതം ആരംഭിക്കുകയാണ്. നമസ്തേ. വിശദമായ വാർത്തകളിലേക്ക്. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ അയോധ്യയിലെത്തിയിരിക്കുകയാണ്. രാമക്ഷേത്രത്തിലും ഹനുമാൻഗഡിയിലും ജഗദീപ് ധൻകർ ദർശനം നടത്തി. കഴിഞ്ഞ ആഴ്ച രാഷ്ട്രപതി ദ്രൗപദി മുർമുവും അയോധ്യയിൽ എത്തിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഗൗതം ചേർന്നുണ്ട്. ഗൗതം, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ഇന്ന് വൈകുന്നേരമാണ് അയോധ്യയിൽ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ എത്തിയത്. അദ്ദേഹം അല്പസമയം മുൻപ് അയോധ്യയിൽ നിന്നും തിരിച്ച് ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചു. ഞാനിപ്പോൾ നിൽക്കുന്ന അയോധ്യയിലെ ധർമ്മപഥിലാണ്. ഇവിടെ വലിയ തിരക്ക് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു. ഇന്ന് വൈകുന്നേരം ഉപരാഷ്ട്രപതി ഇവിടെ എത്തുന്നതുമായി ബന്ധപ്പെട്ട ചില നിയന്ത്രണങ്ങൾ കൂടി അയോധ്യ നഗരത്തിൽ ഇന്ന് ഒരുക്കിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കൂടിയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നത്. ഏതാണ്ട് ഒരാഴ്ച മുൻപ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവും അയോധ്യയിൽ എത്തിയിരുന്നു. ഒരാഴ്ച മുമ്പ് ദ്രൗപദി മുർമുവും അയോധ്യയിലെത്തി ദർശനം നടത്തി. അതിനുശേഷമാണ് ഇന്നിപ്പോൾ ഉപരാഷ്ട്രപതിയായിട്ടുള്ള ജഗദീപ് ധൻകർ കൂടി എത്തുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ജനുവരി മാസത്തിലാണ് അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമിയിൽ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ മുഖ്യ യജമാനനായി നിന്നുകൊണ്ട് അന്ന് രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ നടത്തിയിരുന്നു. അതിനുശേഷം അങ്ങ് കശ്മീർ മുതൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ധാരാളം രാമഭക്തർ എത്തുന്നുണ്ട്. ഇപ്പോൾ നമ്മളോടൊപ്പം കുറച്ച് മലയാളികൾ തന്നെ അയോധ്യയിൽ ചേരുകയാണ്. ചേട്ടാ, എവിടുന്നാണ് വരുന്നത്? ഞാൻ ഗുജറാത്തിൽ നിന്നാണ് വരുന്നത്. കേരളത്തിൽ എവിടെയാണ്? കേരളത്തിലെ കരുനാഗപ്പള്ളി. എങ്ങനെയുണ്ട് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം ആദ്യമായിട്ടായിരിക്കുമല്ലോ? എങ്ങനെയുണ്ട് അന്തരീക്ഷമൊക്കെ? സൂപ്പർ, അടിപൊളിയാണ്. നമ്മൾ ഇനി ഒരു വർഷം 1-2 വർഷത്തിന് ഫുള്ള് ഡെവലപ്മെൻ്റ് ആവും. വരുന്ന എല്ലാവർക്കും കറക്റ്റായിട്ട് പോകാനും ക്യൂ നിൽക്കുന്ന ഒരു തിരക്കും അങ്ങനെ കാര്യങ്ങളെല്ലാം നല്ല മെയിൻറ്റെയിൻ ചെയ്തൊരു നല്ലൊരു ഡെവലപ്മെൻറ്റ് സെറ്റപ്പാണ്. അടിപൊളിയാണ് ഇവിടെ. അതായത് നമ്മുടെ നാട്ടിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് അന്തരീക്ഷത്തെ പറ്റി എന്താ പറയുന്നത്? പ്രധാനമന്ത്രി വീണ്ടും അധികാരത്തിൽ എത്തുമെന്ന് ഏതാണ്ട് ഉറപ്പാണ്. എങ്കിൽ പോലും BJP അനുകൂലമായൊരു തരംഗം ഉത്തർപ്രദേശിലും ഗുജറാത്തിലും ഒക്കെ കാണുന്നുണ്ടോ? താങ്കൾ ഗുജറാത്തിൽ നിന്ന് കൂടിയാണല്ലോ വരുന്നത്. ഗുജറാത്തിൽ BJP ആണല്ലോ. പിന്നെ നാട്ടിലെ അവസ്ഥ എന്ന് പറയുമ്പോൾ അത് താങ്കൾക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അതെന്താണ് നടക്കുന്നുള്ള കാര്യം തന്നെ. അപ്പം തീർച്ചയായിട്ടും ഒരു ബദലായിട്ടുള്ളൊരു ഗവൺമെൻറ് അല്ലെങ്കിൽ ഒരു സർക്കാർ വരുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു അവസ്ഥ മാറണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള അഭിപ്രായം. ചേച്ചി എവിടുന്ന? ഞാൻ വൈഫാ പന്തളം. എങ്ങനെയുണ്ട് രാമക്ഷേത്രം? എങ്ങനെയുണ്ട്? സൂപ്പറാ. രാംലല്ലേ കണ്ടോ? എന്തോ രാംലല്ലേ കണ്ടു, നല്ലതായിട്ട് കണ്ടു. ശരി. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, നമ്മുടെ കേരളം മുതൽ അങ്ങ് കശ്മീർ വരെയുള്ള പ്രദേശത്തും നോർത്ത് ഈസ്റ്റിൽ നിന്നുമൊക്കെ ധാരാളമായി രാമഭക്തർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം ആയിരക്കണക്കിന് രാമഭക്തരാണ് പ്രതിദിനം അയോധ്യയിൽ ദർശനത്തിനായി എത്തുന്നത്. ഒപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി നടക്കുകയാണ്. അയോധ്യ ഫൈസാബാദ് ലോക്സഭാ സീറ്റിൽ അടങ്ങുന്ന പ്രദേശമാണ് അയോധ്യ എന്നത്. ഇവിടെ ഈ മാസം 20-ാം തീയതി 5ാം ഘട്ടത്തിലാണ് അയോധ്യയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 5ാം ഘട്ട തെരഞ്ഞെടുപ്പ് വളരെ ശ്രദ്ധേയമാണ്. അയോധ്യ, അതോടൊപ്പം തന്നെ അമേഠി, റായ്ബറേലി ഈ മണ്ഡലങ്ങളൊക്കെ വിധി എഴുതുന്നത് ഈ 5ാമത്തെ ഘട്ടത്തിലാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ചൂട് ഒരു ഭാഗത്ത് നടക്കുന്നു. അയോധ്യയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഇവിടെ തീർത്ഥാടകരുടെ പ്രവാഹമാണ്. അത് തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമല്ല, എല്ലാ കാലത്തും അയോധ്യയിലേക്ക് രാമഭക്തർ എത്താറുണ്ട്. ഒപ്പം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൂടിയുള്ള ചോദ്യങ്ങൾ കൂടി അവർ ഉത്തരം നൽകുന്നു എന്നതാണ് ശ്രദ്ധേയമാകുന്നത്. വിഷ്ണു. ഗൗതം, ഒരുപക്ഷെ നമുക്കറിയാം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഒരു രാമജന്മഭൂമിയിലെ ഈ ഒരു ക്ഷേത്രം സമർപ്പിക്കുമ്പോൾ തന്നെ അന്ന് പറഞ്ഞിരുന്ന ഒരു വാക്കുണ്ട്. അതായത് ഭാരതം മാത്രമല്ല, ലോകം മുഴുവൻ ഒന്നായി അയോധ്യയിലേക്ക് എത്തുമെന്ന്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ വരും ദിവസങ്ങളിലും ഇനിയും നിരവധി പ്രമുഖരായ വ്യക്തിത്വങ്ങളൊക്കെ തന്നെയും എത്തുന്ന ഒരു സാഹചര്യമല്ലേ ഉള്ളത്?
അത് തന്നെയാണ് വിഷ്ണു. കാരണം ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്നത് അയോധ്യയിലെ രാമജന്മഭൂമിയിൽ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ്. നമുക്കറിയാം BJP 1980 BJP രൂപീകൃതമായ കാലം മുതൽ തന്നെ പിന്നീട് എല്ലാ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും BJP അയോധ്യ വിഷയം മുന്നോട്ട് വെക്കുമായിരുന്നു. ദേശീയ തലത്തിൽ എപ്പോഴാണ് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കുന്നത് അപ്പോൾ അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമിയിൽ രാമക്ഷേത്രം നിർമ്മിക്കുമെന്നത് BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശവാദമായിരുന്നു. അത് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നു. രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയായതിനു ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്. സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം BJP ദേശീയ തലത്തിൽ ലക്ഷ്യമിടുന്നുണ്ട്. നേരത്തെ തന്നെ 400 പാർ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ BJP അഭിമുഖീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഉത്തർപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ലോക്സഭാ മണ്ഡലങ്ങളുള്ള ഒരു സംസ്ഥാനമാണ്. അതിനാൽ 75-നും 80-നും ഇടയിൽ സീറ്റുകളാണ് BJP ലോക്സഭയിൽ ഈ തവണ ഇവിടുന്ന് ലക്ഷ്യമിടുന്നത്. 2014-ലും 19-ലും BJPക്ക് വലിയ മുന്നേറ്റം സാധ്യമായത് UP-യിൽ നേടിയിട്ടുള്ള സീറ്റുകളുടെ എണ്ണത്തിലുണ്ടായിട്ടുള്ള വർധനമാണ്. 2014-ൽ 72 സീറ്റും 2019-ൽ 64 സീറ്റും UP-യിൽ നിന്ന് നേടിയിരുന്നു. എന്നാൽ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 75-നും 80-നും ഇടയിൽ, അതായത് മുഴുവൻ ലോക്സഭാ സീറ്റുകളും ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനമാണ് BJP UP-യിൽ നടത്തുന്നത്. യെസ്, വ്യക്തമാണ്. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ അയോധ്യയിലെത്തിയിരിക്കുന്നു. രാമക്ഷേത്രത്തിലും ഹനുമാൻ ഘട്ടിയിലും ജഗദീപ് ധൻഖർ ദർശനം നടത്തി. ഒപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച രാഷ്ട്രപതി ദ്രൗപദി മുർമുവും അയോധ്യ സന്ദർശിച്ചിരുന്നു. ഗൗതം അനന്തനാരായണനാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്. മറ്റു വാർത്തകളിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കോൺഗ്രസ് നുണകളുടെ കട തുറന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. BJPയോടും മോദിയോടും നേരിട്ട് മത്സരിക്കാതെ വ്യാജ പ്രചാരണങ്ങളാണ് കോൺഗ്രസ് നടത്തുന്നത്. പിന്നോക്ക വിഭാഗ കാവൽക്കാരനായി മോദി സർക്കാർ ഉണ്ടാകുമെന്ന് മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. മഹാരാഷ്ട്രയിലെ നന്ദുർബാറിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കവെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കോൺഗ്രസ് നുണകളുടെ ഫാക്ടറി തുറന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമർശിച്ചത്. മോദിക്കെതിരെ നേരിട്ട് മത്സരിക്കാൻ ഭയമുള്ള കോൺഗ്രസ് തുടർച്ചയായി വ്യാജ പ്രചരണങ്ങൾ നടത്തുകയാണ്. സംവരണത്തിലും രാമക്ഷേത്ര വിഷയത്തിലും ഓരോ മണ്ഡലങ്ങളിലും വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിക്കുന്ന കോൺഗ്രസ് ഭരണഘടന പോലും അട്ടിമറിച്ച് മുസ്ലിം വിഭാഗത്തിന് മുഴുവൻ സംവരണം നൽകുമെന്നാണ് പ്രഖ്യാപിച്ചതെന്നും നരേന്ദ്രമോദി പറഞ്ഞു. साथियों, कांग्रेस जानती है कि वो विकास में मोदी का मुकाबला कर ही नहीं सकते और इसलिए वो इस चुनाव में झूठ की फैक्ट्री खोल के बैठ गए हैं, झूठ फैलाकर वोट लेना चाहते हैं. कभी आरक्षण को लेकर झूठ, कभी संविधान को लेकर झूठ, और इन्होंने पूरा इकोसिस्टम ऐसी अफवाहें फैलाने के लिए 24 घंटे लगा के रखा है. പിന്നാക്ക വിഭാഗങ്ങൾക്കുള്ള സംവരണം അട്ടിമറിക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും സാധാരണക്കാരുടെ കാവൽക്കാരനായി മോദി ഉണ്ടാകുമെന്നും അദ്ദേഹം ജനങ്ങൾക്ക് ഉറപ്പ് നൽകി. ന്യൂനപക്ഷ വോട്ട് ബാങ്കിനായി രാമനെയും ദേശീയ നായകന്മാരെയും അപമാനിക്കുന്ന കോൺഗ്രസ് ഭീകരവാദികളെ കൂടെ നിർത്തുകയാണെന്നും പ്രധാനമന്ത്രി വിമർശിച്ചു. ജനം, ഡൽഹി. രാഹുലിനെതിരെ ആഞ്ഞടിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോൺഗ്രസിന്റെ യുവരാജാവ് സമൂഹത്തിൽ വിഷം കലക്കുകയാണ്. രാഹുൽ രാജ്യത്തെ ഭിന്നിപ്പിക്കുന്നവർക്കൊപ്പമാണെന്നും കോൺഗ്രസ് ഹിന്ദുക്കളെ വെറുക്കുന്നുവെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഹിന്ദുക്കളുടെ സ്വന്തം രാജ്യത്ത് കോൺഗ്രസ് ഹിന്ദുക്കളെ രണ്ടാം തരം പൗരന്മാരാക്കുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂട്ടിച്ചേർത്തു. തെലങ്കാനയിൽ തെരഞ്ഞെടുപ്പ് റാലി അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. कांग्रेस हिंदुओं से, हिंदू पर्व से कितनी नफरत करती है ये हर रोज सामने आ रहा है. शहजादे को ट्यूशन देने वाले लीडर ने यह भी कहा है कि अयोध्या में राम मंदिर नहीं बनना चाहिए था. उन्होंने ऐलान किया है कि अयोध्या में राम मंदिर बनाना और राम नवमी मनाना ये भारत विरोधी है, ये आइडिया ऑफ इंडिया के खिलाफ है. भाइयों बहनों, मैं तो बड़े गर्व के साथ मंदिर जाता हूं. उन्होंने इसे भी मोदी का मंदिर जाना ये देश विरोधी है ऐसा सर्टिफिकेट बांट रहे हैं.
आप मुझे बताइए, आप रामनवमी पर पूजा करते हैं कि नहीं करते हैं? पूजा करते हैं ना? आप अयोध्या दर्शन करने जाना चाहते हैं ना? क्या आप देश विरोधी काम करते हैं? क्या देश विरोधी काम करते हैं? हिंदुओं को अपने ही देश में सेकंड क्लास सिटीजन बनाना चाहती है कांग्रेस। क्या इसलिए ही ये लोग वोट जिहाद की बात कर रहे हैं? മദ്യനയ അഴിമതി കേസിൽ തിഹാർ ജയിലിൽ കഴിയുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം. ജൂൺ 1 വരെയാണ് ജാമ്യം നൽകിയിട്ടുള്ളത്. ജൂൺ 2-ന് തിരിച്ച് ജയിലിൽ ഹാജരാകാൻ സുപ്രീംകോടതി നിർദ്ദേശിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ പങ്കെടുക്കുന്നതിനായി ഇളവ് അനുവദിക്കണമെന്ന് അരവിന്ദ് കെജ്രിവാൾ ഹർജിയിൽ അപേക്ഷിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ ജാമ്യം നൽകണമെന്നായിരുന്നു കെജ്രിവാളിന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടിരുന്നത്. മാർച്ച് 21-നാണ് മദ്യനയ അഴിമതിയിൽ കെജ്രിവാളിനെ ED അറസ്റ്റ് ചെയ്യുന്നത്. കള്ളപ്പണ ഇടപാടിൽ ആം ആദ്മി പാർട്ടിയെ പ്രതി ചേർത്ത ED കുറ്റപത്രം സമർപ്പിക്കും. രാജ്യത്തിന്റെ ചരിത്രത്തിലാദ്യമായാണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെ അഴിമതി കേസിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെടുന്നത്. 2022 ഗോവ തെരഞ്ഞെടുപ്പിൽ 45 ലക്ഷം രൂപയുടെ കള്ളപ്പണം ചെലവഴിച്ചു എന്നതാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. രാജ്യത്ത് നാളിതുവരെ രജിസ്റ്റർ ചെയ്യപ്പെട്ട അഴിമതി കേസുകളിലൊന്നിലും രാഷ്ട്രീയ പാർട്ടികൾ പ്രതിസ്ഥാനത്തായിട്ടില്ല. മുതിർന്ന നേതാക്കളും പ്രവർത്തകരും വ്യക്തിപരമായി അഴിമതി കേസുകളിൽ ഉൾപ്പെടുകയായിരുന്നു. രാജ്യത്തിന്റെ ചരിത്രത്തിലാദ്യമായാണ് ആം ആദ്മി പാർട്ടിക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുന്നത്. ഗോവ തെരഞ്ഞെടുപ്പിൽ 45 ലക്ഷത്തോളം രൂപ കള്ളപ്പണമായി സ്വീകരിച്ചു എന്നാണ് കേസ്. മുഴുവൻ തുകയും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി വിനിയോഗിക്കുകയും ചെയ്തു. തെരഞ്ഞെടുപ്പിൽ കള്ളപ്പണം നിയന്ത്രിക്കുന്നതിന് ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതിനിടെയാണ് ആം ആദ്മി പാർട്ടിയുടെ കടുത്ത നിയമലംഘനം. കുറ്റാരോപണം പാർട്ടിക്കെതിരെയാകുമ്പോൾ ഭാരവാഹികളായിരിക്കും ശിക്ഷ അനുഭവിക്കേണ്ടി വരിക. തെരഞ്ഞെടുപ്പ് രംഗത്ത് കള്ളപ്പണം ചെലവഴിച്ചതിനാൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനറും ഭാരവാഹികളുമായിരിക്കും പ്രതിസ്ഥാനത്താകുക. നാഷണൽ ഡെസ്ക്, ജനം. പാകിസ്ഥാനെ പുകഴ്ത്തി മുതിർന്ന കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യർ. പാകിസ്ഥാനെ ഭാരതം ബഹുമാനിക്കണമെന്ന് മോദിയുടെ മസിൽ പവർ പാകിസ്ഥാനെതിരെ വില പോകില്ലെന്ന് മുൻ കേന്ദ്രമന്ത്രി കൂടിയായ മണിശങ്കർ അയ്യറുടെ പരാമർശം. അതേസമയം പാകിസ്ഥാന്റെ പാക് പ്രണയം ഇനിയും അവസാനിച്ചിട്ടില്ലെന്ന് BJP തിരിച്ചടിച്ചു. ഒരു അഭിമുഖത്തിലാണ് പാകിസ്ഥാൻ അനുകൂലമായി കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യർ മനസ്സു തുറന്നത്. പാകിസ്ഥാന്റെ പക്കൽ ആണവായുധമുണ്ടെന്നും അതിനാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മസിൽ പവർ അവർക്ക് മുന്നിൽ ചെലവാകില്ലെന്നും മണിശങ്കർ അയ്യർ പറഞ്ഞു. പാകിസ്ഥാനെ ബഹുമാനിച്ചില്ലെങ്കിൽ അവർ ആണവായുധം പ്രയോഗിക്കും. ചർച്ചകളിലൂടെ വേണം പാകിസ്ഥാനോടുള്ള വിഷയങ്ങൾ പരിഹരിക്കാൻ. കയ്യൂക്ക് പാകിസ്ഥാനെ പ്രകോപിപ്പിക്കുമെന്നും മണിശങ്കർ അയ്യർ അഭിപ്രായപ്പെട്ടു. तो ये जरूर है दिखाने के लिए कि जितना भी तीव्र हो हमारा समस्या पाकिस्तान के साथ, उसका हल निकालने के लिए हम मेहनत कर रहे हैं. पिछले 10 साल से सारा मेहनत बंद है. मस्कुलर पॉलिसी काम नहीं करेगी. मस्कुलर पॉलिसी यदि आपके मसल्स हों और उनके मसल्स ना हों, मैंने अभी आपको बता दिया है वो जो हकीकत हम सबको पता है कि मसल्स उनके कऊटा में पड़े हुए हैं. ഭാരതത്തിന്റെ സൈനിക ശേഷിയെ വെല്ലുവിളിക്കുക മാത്രമല്ല, സർജിക്കൽ സ്ട്രൈക്കിലൂടെ പാകിസ്ഥാന് മറുപടി നൽകിയ ക്യാപ്റ്റൻ അഭിനന്ദനെ പോലെയുള്ള ധീരജവാന്മാരെ അപമാനിക്കുക കൂടിയാണ് മുൻ കേന്ദ്രമന്ത്രി കൂടിയായ മണിശങ്കർ അയ്യർ. കോൺഗ്രസിന്റെ പാക് പ്രണയം അവസാനിക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടി BJP പ്രതിഷേധം കടുപ്പിക്കുകയാണ്. ഇതോടെ കോൺഗ്രസ് പ്രതിരോധത്തിലായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മണിശങ്കർ അയ്യരുടെ പ്രസ്താവന പ്രതിഫലിക്കുമെന്ന ആശങ്കയാണ് കോൺഗ്രസിനുള്ളിൽ. ജനം, ഡൽഹി. പാകിസ്ഥാനെ പുകഴ്ത്തിയ മുതിർന്ന കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യരുടെ പ്രസ്താവനയിൽ പ്രതിഷേധം കടുക്കുന്നു. മണിശങ്കർ പാകിസ്ഥാന് വേണ്ടി PR വർക്ക് നടത്തുകയാണെന്ന് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ തുറന്നടിച്ചു. പാകിസ്ഥാനിലെ വിദേശകാര്യമന്ത്രി രാഹുലിനെ പിന്തുണച്ച സംഭവം ചൂണ്ടിക്കാട്ടിയ മന്ത്രി കേരളത്തിലടക്കം കോൺഗ്രസ് SDP-യുടെയും PFI-യുടെയും പിന്തുണ സ്വീകരിച്ചതായും ആരോപിച്ചു. പാകിസ്ഥാനെ പിന്തുണയ്ക്കുകയും ഭാരതത്തിന്റെ സൈനിക സമ്പത്തിനെ ഇകഴ്ത്തുകയും ചെയ്യുന്ന വാക്കുകളാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യരുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നാണ് ഉയരുന്ന ആക്ഷേപം.
ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ കോൺഗ്രസ് നേതാവിന്റെ പാകിസ്ഥാൻ പിന്തുണ BJP ആയുധമാക്കി. മണിശങ്കറുടെ പ്രസ്താവനയ്ക്കെതിരെയും കോൺഗ്രസിന്റെ പാകിസ്ഥാൻ പ്രീണന നയവും ചൂണ്ടിക്കാട്ടി BJP നേതാക്കൾ ആഞ്ഞടിക്കുകയാണ്. മണിശങ്കർ പാകിസ്ഥാന് വേണ്ടി PR വർക്ക് നടത്തുകയാണെന്ന് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചു. ഇതിലൂടെ രാഹുലിന്റെയും കോൺഗ്രസിന്റെയും ആശയങ്ങൾ എന്താണെന്ന് വ്യക്തമാണ്. പാകിസ്ഥാനിലെ വിദേശകാര്യമന്ത്രി രാഹുലിനെ പിന്തുണച്ച സംഭവം ചൂണ്ടിക്കാട്ടിയ മന്ത്രി രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലടക്കം കോൺഗ്രസ് SDP-യുടെയും PFI-യുടെയും പിന്തുണ സ്വീകരിച്ചതായും ആരോപിച്ചു. And there are many such examples that reveal that this is a pattern, this is a embedded thinking in the Congress party to be Pakistan's defender and Pakistan's terrorism apologist. Vijay Wadetwar, a Maharashtra Congress leader, recently talked about how Hemant Karkare was killed not by Kasab, not by terrorists, but by another police officer. Digvijay Singh in 2611 talked about this not being a terror attack but being an RSS conspiracy. The Pakistani foreign minister has officially recently supported Rahul Gandhi. Congress in these elections has openly taken support from known terror-linked organizations like SDPI, PFI. കോൺഗ്രസ് നേതാക്കൾ ഭാരതത്തിലാണ് ജീവിക്കുന്നതെങ്കിലും അവരുടെ ഹൃദയം പാകിസ്ഥാനിലാണെന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ രാജ്യം ഇതിന് ശക്തമായ മറുപടി നൽകുമെന്നും കൂട്ടിച്ചേർത്തു. ഭീകരാക്രമണത്തിന് കോൺഗ്രസ് ഒഴിവുകഴിവ് കണ്ടെത്തുകയാണെന്ന മണിശങ്കർ അയ്യരുടെ പ്രസ്താവനയ്ക്കെതിരെ സംബിത് പത്രയും തുറന്നടിച്ചു. ജനം, ഡൽഹി. മണിശങ്കർ അയ്യരുടെ പാക് പ്രസ്താവനയെ തള്ളി കോൺഗ്രസ്. പ്രസ്താവനയോട് യോജിപ്പില്ലെന്ന് കോൺഗ്രസ് വക്താവ് പവൻ ഖേര പറഞ്ഞു. പാർട്ടിക്ക് വേണ്ടി സംസാരിക്കേണ്ട ആളല്ല മണിശങ്കർ അയ്യർ എന്നും പവൻ ഖേര വ്യക്തമാക്കി. മണിശങ്കർ പാകിസ്ഥാന് വേണ്ടി PR വർക്ക് നടത്തുന്നുവെന്ന കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ. മണിശങ്കർ അയ്യറിലൂടെയും സാം പിത്രോദയിലൂടെയും കോൺഗ്രസിന്റെ നിലപാടുകളാണ് വ്യക്തമാകുന്നത്. കേരളത്തിലടക്കം കോൺഗ്രസ് SDP-യുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും പിന്തുണ സ്വീകരിച്ചുവെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. Congress party has become an apologist for Pakistan and Pakistani-based terror. And I am very sure today again there will be an attempt by the Congress party to distance themselves from Manishankar Ayer's statement as they have done when Digvijay Singh in 2611 talked about RSS being the organization responsible for the terror attack and not Pakistan. The Pakistani foreign minister has officially recently supported Rahul Gandhi. Congress in these elections has openly taken support from known terror-linked organizations like SDPI, PFI. That the Congress party today acts like, behaves like, talks like an apologist for Pakistan and Pakistan-based terror. And Manishankar Ayer's statement is one clinching evidence of this pattern of Congress's behavior towards Pakistan and Pakistan's terror. Thank you. രാജ്യത്ത് 4ാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള പരസ്യ പ്രചാരണം നാളെ അവസാനിക്കും. 9 സംസ്ഥാനങ്ങളും ഒരു കേന്ദ്രഭരണ പ്രദേശം ഉൾപ്പെടുന്ന 96 മണ്ഡലങ്ങളിൽ 13-നാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇതിൽ ആന്ധ്രാപ്രദേശിലാണ് ഏറ്റവും അധികം ലോക്സഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അനുകൂലമായതിനാൽ ദക്ഷിണ ഭാരതത്തിൽ നിർണായക ചുവടുവയ്ക്കാൻ സാധിക്കുമെന്നാണ് BJP ക്യാമ്പുകൾ കണക്കുകൂട്ടുന്നത്. 9 സംസ്ഥാനങ്ങളും ഒരു കേന്ദ്രഭരണ പ്രദേശവും ജമ്മു കശ്മീരിലെ ശ്രീനഗർ മണ്ഡലം ഉൾപ്പെടെ 96 മണ്ഡലങ്ങളാണ് ഞായറാഴ്ച വിധി എഴുതാൻ പോകുന്നത്. ആന്ധ്രാപ്രദേശിലെ 25 മണ്ഡലങ്ങളിലും തെലങ്കാനയിലെ 17 മണ്ഡലങ്ങളിലും ഒറ്റഘട്ടമായാണ് തെരഞ്ഞെടുപ്പ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പും ആന്ധ്രയിൽ നടക്കും. കൂടാതെ ഉത്തർപ്രദേശിൽ 13-ഉം മഹാരാഷ്ട്രയിൽ 11-ഉം മധ്യപ്രദേശ്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലെ 8 മണ്ഡലങ്ങൾ വീതവും ബീഹാറിൽ 5-ഉം ജാർഖണ്ഡ്, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലെ 4 മണ്ഡലങ്ങളിലുമാണ് 4ാം ഘട്ടമായുള്ള തെരഞ്ഞെടുപ്പ് നടക്കുക. സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് ഉത്തർപ്രദേശിലെ കനൌജ് മണ്ഡലത്തിൽ ജനവിധി തേടുന്നു. സഭയിലെ ചോദ്യത്തിന് കോഴ വാങ്ങിയതിന് MP സ്ഥാനം നഷ്ടപ്പെട്ട തൃണമൂൽ കോൺഗ്രസ് നേതാവ് മഹുവ മൊയ്ത്ര ബംഗാളിലെ കൃഷ്ണനഗറിൽ മത്സരിക്കുന്നു. കൂടാതെ കേന്ദ്രമന്ത്രിമാരായ ഗിരിരാജ് സിംഗ്, അർജുൻ മുണ്ട എന്നിവർക്ക് പുറമെ
ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് അധീർ രഞ്ജൻ ചൌധരി, മുൻ ക്രിക്കറ്റ് താരം യൂസഫ് പത്താൻ, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി YS ജഗൻമോഹൻ റെഡ്ഡിയുടെ സഹോദരി YS ശർമിള, മാധവിലത എന്നിങ്ങനെ നീളുന്നു 13 ജനവിധി തേടുന്ന പ്രമുഖരുടെ പട്ടിക. പരസ്യപ്രചരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ കരുത്ത് കാട്ടുകയാണ് മുന്നണികളെല്ലാം. ജനം, ഡൽഹി. മഹാഭാരതത്തിന്റെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാവുകയാണ്. നമസ്തേ.